നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇവിടെ റോഡ് തടഞ്ഞിട്ട് പിരിവ് നടത്തുന്നുണ്ട്. അത് ഒരു ഉത്സവത്തിൻ്റെയോ മറ്റോ അല്ല. നമ്മുടെ പാവപ്പെട്ടൊരു രോഗിയുണ്ട്, കുഞ്ഞുണ്ണിയേട്ടൻ പറഞ്ഞിട്ട്. ആറങ്ങോട്ടുകരയിൽ വർക്ക്ഷോപ്പ് നടത്തുന്നൊരു ഉണ്ണിയേട്ടൻ എന്നാണ്. നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ അദ്ദേഹം കുറച്ച് കാലമായിട്ട്, ഏകദേശം 2024 നവംബർ മാസം മുതലേ അദ്ദേഹം ക്യാൻസർ ബാധിതനായിട്ട് ചികിത്സയിലാണ്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മജ്ജ മാറ്റിക്കൽ ശസ്ത്രക്രിയ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഏകദേശം 30 ലക്ഷത്തോളം രൂപ ചിലവാകും. 30 ലക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളുടെ അടുത്ത് 1 ലക്ഷം, ഒരു 1000 രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്താണ് ഈ 30 ലക്ഷത്തോളം രൂപ ചിലവാകുന്നത്. അപ്പോൾ നമ്മുടെ പരിസര പ്രദേശത്തുള്ള സുമനസ്സുകളെല്ലാവരും കൂടിയിട്ട് ഒരു പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് തടഞ്ഞിട്ടാണ് പിരിവ് നടത്തുന്നത്. പക്ഷെ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പിരിവ് നടത്തുന്നത്. കുറേ ആൾക്കാരൊക്കെ അതിന് പൈസ കൊടുക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ കുറേ ആൾക്കാർ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. പലരും മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. നമ്മുടെ സ്വന്തം വീട്ടിലും ഇതേപോലൊരു കാര്യം നടന്നാൽ ഇതേപോലെ ആളുകൾ സഹായിക്കേണ്ടി വരും എന്നുള്ളൊരു ബോധം ആർക്കുമില്ല. അപ്പോൾ നിങ്ങളാൽ കഴിയാവുന്ന ഒരു സഹായം ഇദ്ദേഹത്തിന് നൽകുക. അതിൻ്റെ QR കോഡും കാര്യങ്ങളും അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കമൻ്റായിട്ടൊക്കെ ഇടാം. അപ്പോൾ അതൊന്ന് സഹായിക്കണേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഫണ്ട് വരവ് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണിപ്പോൾ വ്യാപകമായിട്ട് എല്ലായിടത്തും നോക്കി കുറച്ച് പിരിക്കുന്നുണ്ട്. നാളുകളായിട്ട് ക്യാൻസർ ബാധിതനായിട്ട് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ മജ്ജ മാറ്റി വെക്കണം എന്നുള്ള ഒരു ഇതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഭീമമായ ഒരു തുക അതിന് ചെലവ് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ചെറുപ്പക്കാർ അതുപോലെ എല്ലാവരും കൂടി ചേർന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതത്ര ഒരു സന്തോഷമുള്ള കാര്യമൊന്നുമല്ല റോഡ് വാഹനങ്ങൾ തടഞ്ഞു പിരിക്കുക എന്നുള്ളത്. പക്ഷേ നിവൃത്തികേട് കൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം വളരെ എല്ലാ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹസത്തിന് മുതിർന്നിട്ടുള്ളത്.